ഈ വീടിനടുത്ത് ഒരാൾ ഗൾഫിൽ പോയപ്പോൾ ഭാര്യ പൂച്ചയെ മേടിച്ചു, 2 പൂച്ചയെ മേടിച്ചു. ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ ഒരു കൂട്ടിന് വേണ്ടി മേടിച്ചതാണ്. പൂച്ച പ്രസവിച്ചു, 2 കുഞ്ഞുങ്ങളായി. അത് പ്രസവിച്ചു, 4 കുഞ്ഞുങ്ങളായി. എന്തിനു പറയുന്നു, ഇയാളൊരു 2 വർഷം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു 10-40 പൂച്ച വീട്ടിൽ. എണ്ണാൻ പറ്റത്തില്ല, നിരന്ന് നിന്നാലല്ലേ എണ്ണാൻ പറ്റുള്ളൂ. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പൂച്ച അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോയി വേറൊരു പൂച്ച ഇങ്ങോട്ട് വരും. എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഭാര്യയോട് പറഞ്ഞു, ഇതിൽ കുറച്ചെണ്ണത്തിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ നമുക്കൊരു കുടുംബജീവിതം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല നമ്മൾ വളർത്തുന്നല്ലേ, ഇനി കളയാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാര്യ അറിയാതെ ഇയാൾ ഓരോന്നിനെ കൊണ്ട് കളയാനായിട്ട് തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ ഒരു ബിഗ് ഷോപ്പർ വെച്ചിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചേനെ പിടിച്ച് അതിനകത്തിട്ടിട്ട് കെട്ടി സൈക്കിളെ വെച്ച് കിലോമീറ്റർ കണക്കിന് 10 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ഇതിനെ 10 കിലോമീറ്റർ അപ്പുറമുള്ള പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചന്തയുടെ ബാക്കിൽ കൊണ്ട് അഴിച്ചു വിട്ടു പൂച്ചേനെ. പുള്ളി സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പൂച്ച തോടിയാടി വീടിയാടി നേരെ ഇവരുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വീടിൻ്റെ സിറ്റൗട്ടിൽ കസേരയിൽ കയറി പൂച്ച ഇങ്ങനെ യാത്ര ചെയ്തതിന് ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുമ്പം ഇയാൾ സൈക്കിൾ ചവിട്ടി വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറി പോകുമ്പോൾ കസേര കിടക്കുന്ന ഈ പൂച്ചനെ ഇങ്ങനെ നോക്കിയിട്ട്, മറ്റവൻ്റെ സ്ഥിതി കണ്ടല്ലോ, അടുത്തത് നീയാന്ന്. എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഒരു വലിയ മൊബൈൽ ഫോൺ കമ്പനി ഇവിടെ പരിപാടി നടത്തും. അവിടെ ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ കാര്യത്തിലാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് നമ്മുടെ ഷാൻ എന്ന് പറയുന്ന ഹിന്ദി പാട്ടുകാരൻ്റെ ഗാനമേള ഇവിടെ മറൈൻ ഡ്രൈവിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു. അവരെന്നെ വിളിക്കുമ്പോഴൊക്കെ അവർ വിളിക്കുമ്പം ഹിന്ദി ഇവന്റ് മാനേജ്മെൻറ്റുകാരെ വിളിക്കുന്നത്. എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ബാക്കി മിമിക്രിക്കാരെ ആരെയും വിളിച്ചിട്ട് ഇവർക്ക് പിടുത്തം കിട്ടില്ല. നേരെ എന്നെ വിളിച്ചു. ഞാൻ വില പറഞ്ഞു. അപ്പോൾ എന്നോട് എത്ര രൂപയാണ് 1 മാൻ ഷോയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞു. അവരെ അപ്പം തന്നെ സമ്മതിച്ചു. കാരണം ബാക്കി എല്ലാ സംസ്ഥാനത്തിനും ഇതിന് 5 ലക്ഷം രൂപ ദൂരം കൊടുത്തോണ്ടിരിക്കുക അവര്. നമുക്ക് മാത്രം 5000 രൂപ. എനിക്കാണെങ്കിൽ അന്ന് 500 രൂപ ഉള്ളൂ. ഞാൻ 5000 രൂപ കയറ്റി വെച്ചിട്ട് 10 ഇരട്ടി കിട്ടുന്ന സന്തോഷത്തിൽ ഞാൻ നിൽക്കുക. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഞാൻ സ്റ്റേജിലേക്ക് വരണം, ദെൻ ഗ്രാബ് ദ ഓഡിയൻസ് ആൻഡ് ഗീവ് ഇറ്റ് ടു ഷാൻ. അതാണ് എൻ്റെ ജോലി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഈ നേവൽ ബേസിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഉള്ള ഹിന്ദിക്കാർ മുഴുവൻ വന്ന് മറൈൻ ഡ്രൈവ് ഇരിക്കുക. മലയാളികളാകെ 20 പേരെ കണ്ടേ ഉള്ളൂ അതിനകത്ത് ഹിന്ദിക്കാരെ വന്നേക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് സ്റ്റേജിൽ കയറിയിട്ട് VS അച്യുതാനന്ദൻ്റെ ശബ്ദവും ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമൊക്കെ ചെന്നിട്ട് ഹിന്ദിക്കാർ കൂവാൻ തുടങ്ങിയിട്ട് നിർത്താതെ കൂവ ഹിന്ദിക്കാർ. അപ്പോൾ അവിടെ വലിയ പ്രൊജക്ടർ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് 5-6. എനിക്ക് സ്റ്റേജിൽ നോക്കിയാൽ ഈ സ്ക്രീനിൽ എനിക്ക് എൻ്റെ മുഖം തന്നെ കാണാം. ഒരു തുള്ളി രക്തമില്ലാതെ ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ നിന്ന് പരിപാടി ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായാലും അവർ 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഇത് 9 മിനിറ്റായി എന്ന് പറഞ്ഞ് ഈ പൈസ കുറച്ചാലോ എന്ന് ഓർത്തിട്ട് ഞാൻ 10 മിനിറ്റ് നിർത്താതെ ചെയ്തു. അപ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിക്ക് ഒരു ബ്ലാക്ക് ക്യാറ്റും മിണ്ടിയ ഫ്രൂട്ട്സും ആപ്പിളും ഒക്കെ തരാൻ ഒരാളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ അഡ്വാൻസ് ഷോ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ റൂം പൊളിച്ചു അവർ. എൻ്റെ റൂം പൊളിച്ചിട്ട് ആ വെള്ളം തന്നോണ്ടിരുന്നവരോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഇച്ചിരി വെള്ളം തരാമോ പാനി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു മോണിറ്ററിന്റെ സൈഡിൽ കുപ്പി മറിഞ്ഞ് കിടപ്പുണ്ട്. അയാൾ എന്നെ ചൂണ്ടിക്കാണിച്ച് എന്നിട്ട് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഒരിക്കൽ 2 ആൾ വന്നിട്ട് പറഞ്ഞു, സെൻറ്റ് തെരേസാസ് കോളേജിൽ മോണോ ആക്ട് ജഡ്ജായിട്ട് ചെയ്യാൻ 2 പേര് വേണം. പോകാമെന്ന് പറഞ്ഞ് ഞാനും പോയി. എൻ്റെ കൂടെ ഒരു ജയകുമാറേട്ടനും വന്നു. ഞങ്ങൾ 2 പേരും കൂടെ പോയി ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് ഇവർ പറഞ്ഞു, ഇനി മൊബൈൽ ഓണാക്കരുത്. നമ്മൾ വാഷ്റൂമിൽ പോയ കൂട്ടത്തിൽ ഒരാൾ വന്ന് നിൽക്കും, നമ്മൾ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടോ എന്ന് നോക്കും. നമുക്ക് അവിടെ കണ്ടസ്റ്റൻസിൻ്റെ ആരുടെയും പേര് വിവരങ്ങൾ തരില്ല, ചെസ് നമ്പർ മാത്രമേ നമ്മളെ വിളിക്കുള്ളൂ. നമുക്കിതൊന്നും അറിയില്ല. ഞാനും ജയകുമാറും കൂടെ അവിടെ ചെന്നിരുന്ന് ഫസ്റ്റ് കൊച്ച് മോണോ ആക്ടിന് വന്നു. ഞങ്ങളെ എല്ലാവരും നോക്കുന്നുണ്ട്, പേനയും പേപ്പറൊക്കെ ഇട്ടിരിക്കും, നിറച്ച് പെമ്പിള്ളേരാണ്. ആ കൊച്ച് വന്നിട്ട്, ദ ഷേക്സ്പിയറിയൻ ഡ്രാമ എക്സ്പീരിയൻസ് which is master the Macbeth of the Othello, harsh temple of the tempest, not a star എന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പം ജയകുമാർ അവിടുന്ന് എന്നെ ഒരു നോട്ടം. ഇംഗ്ലീഷ് മോണോ ആക്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടാ ഒരക്ഷരം മനസ്സിലാവണം. നമുക്ക് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതാണെ മാർക്കിടാൻ പറ്റും. എന്നിട്ട് കറക്കി കുത്തി ഒരു മാർക്കിട്ട് അങ്ങ് കൊടുത്ത് രക്ഷപ്പെട്ട് പോരുക ഇതേ.